ഇസ്മായിൽ നബി പറഞ്ഞു, പിതാവേ, അള്ളാഹു കൽപ്പിച്ചതുപോലെ ചെയ്യൂ. ഇൻഷാ അള്ളാഹ് എന്നെ ക്ഷമയുള്ളവരിൽ കണ്ടെത്തും. ത്യാഗത്തിന്റെ, അനുസരണയുടെ, സബ്രിന്റെ മഹത്തായ ചരിത്രം. അള്ളാഹുവിന്റെ മഹാനായ പ്രവാചകൻ ഇസ്മായിൽ നബി അലൈഹിസലാം. ഇബ്രാഹിം നബി അലൈഹിസലാമിന് വളരെ കാലം മക്കളുണ്ടായിരുന്നില്ല. അവസാനം അള്ളാഹു ഒരു അനുഗ്രഹമായി ഇസ്മായിൽ നബിയെ നൽകി. ഹാജറ ബീവിയും കുഞ്ഞി ഇസ്മായിലും ഇബ്രാഹിം നബിയുടെ ഹൃദയത്തിലെ വലിയ സന്തോഷം. പക്ഷേ ഒരു ദിവസം അള്ളാഹുവിന്റെ കൽപ്പന വന്നു. ഹാജറ ബീവിയെയും കുഞ്ഞി ഇസ്മായിലെയും ഒരു വരണ്ട മരുഭൂമിയിൽ വിട്ടുപോകാൻ. അത് ഇന്നത്തെ മക്ക. വെള്ളമില്ല, മരങ്ങളില്ല, മനുഷ്യരില്ല, ചുറ്റും ശൂന്യമായ മരുഭൂമി. ഹാജറ ബീവി ചോദിച്ചു, ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണോ? ഇബ്രാഹിം നബി പറഞ്ഞു, അതെ. അപ്പോൾ അവർ പറഞ്ഞു, അല്ലാഹു നമ്മെ നഷ്ടപ്പെടുത്തില്ല. ദിവസങ്ങൾ കടന്നു, വെള്ളം തീർന്നു. കുഞ്ഞ് ഇസ്മായിൽ ദാഹം കൊണ്ട് കരഞ്ഞു. ഹാജറ ബീവി സഫാ മലയിൽ നിന്ന് മർവ മല വരെ വെള്ളത്തിനായി ഓടി. 7 പ്രാവശ്യം പ്രതീക്ഷയോടെ, അള്ളാഹുവിൽ വിശ്വസിച്ച്. അപ്പോൾ അള്ളാഹുവിന്റെ അത്ഭുതം സംഭവിച്ചു. കുഞ്ഞി ഇസ്മായിലിന്റെ കാലടിയിൽ നിന്ന് സംസം വെള്ളം പൊട്ടിപ്പുറപ്പെട്ടു. ആ വരണ്ട ഭൂമി ജീവനുള്ളതായി മാറി. ശേഷം ഇബ്രാഹിം നബിക്ക് ഒരു വലിയ പരീക്ഷണം വന്നു. സ്വപ്നത്തിൽ സ്വന്തം മകനെ അള്ളാഹുവിനു വേണ്ടി ബലി നൽകുന്നത്. ഇബ്രാഹിം നബി ഇസ്മായിലിനോട് പറഞ്ഞു, മകനെ, ഞാൻ നിന്നെ ബലി നൽകുന്നതായി സ്വപ്നം കണ്ടു. അപ്പോൾ ഇസ്മായിൽ നബി പറഞ്ഞു, പിതാവേ, അള്ളാഹു കൽപ്പിച്ചതുപോലെ ചെയ്യൂ. ഇൻഷാ അള്ളാഹ് എന്നെ ക്ഷമയുള്ളവരിൽ കണ്ടെത്തും. എത്ര വലിയ അനുസരണം, എത്ര മഹത്തായ വിശ്വാസം! അപ്പോൾ അള്ളാഹു ഇസ്മായിലിനെ രക്ഷപ്പെടുത്തി ഒരു വലിയ ആടിനെ പകരം നൽകി. അങ്ങനെ ഖുർബാനിയുടെ മഹത്തായ ചരിത്രം ആരംഭിച്ചു. ശേഷം ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ചേർന്ന് കാബ പുനർനിർമ്മിച്ചു. അവർ ദുആ ചെയ്തു, റബ്ബന തഖബ്ബൽ മിന്ന, ഞങ്ങളുടെ അമലുകൾ സ്വീകരിക്കണമേ. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനോടുള്ള യഥാർത്ഥ അനുസരണം ത്യാഗം ആവശ്യപ്പെടും. പക്ഷേ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരെ